നമസ്കാരം. സ്വന്തമായി ജോലി തിരയുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വീഡിയോ ആണത്. പത്തനംതിട്ടയിലുള്ളവരെ തേടി 2000-ഓളം ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട പത്തനംതിട്ടയിലെ തൊഴിൽ രഹിതർക്ക് വൻ തൊഴിൽ സാധ്യതകളാണ് വരാൻ പോകുന്നത്. 2000-ഓളം ഒഴിവുകളിലേക്കാണ് പ്രമുഖ കമ്പനികൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കെ-ഡിസ്കിന്റെയും കേരള നോളജ് മിഷന്റെയും പിന്തുണയോടെയാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മുൻ മന്ത്രി കൂടിയായ തോമസ് ഐസക് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷനും അദ്ദേഹം വഴിയാണ് എത്തിയിരിക്കുന്നത്. ITIയിലോ പോളിടെക്നിക്കിലോ ഡിപ്ലോമയോ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ ഉള്ളവർ ജോലിക്ക് അർഹരാണ്. L&Tക്ക് അതായത് ലാർസൻ ആൻഡ് ടർബോയ്ക്ക് വേണ്ടി മാത്രം വേണം 1200 പേരെ എന്നാണ് അറിയുന്നത്. ആക്സിസ് ബാങ്ക് അടക്കമുള്ള ബാങ്കിലേക്ക് 300 പേരെയും ആവശ്യമുണ്ട്. ഇതിനായി BCom പാസ്സായിരിക്കണം. ഇനി മറ്റ് സാധാരണ ഡിഗ്രി മാത്രമുള്ള 500 പേർക്കോളമാണ് അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിച്ച അയക്കേണ്ടതാണ്. 2024 ജൂലൈ 27 ശനിയാഴ്ച റാന്നി സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടക്കുന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഇതിന് പിന്നാലെ ലഭിക്കുന്നതായിരിക്കും. തൊഴിൽ മേളയിൽ വെച്ച കരിയർ ഗൈഡൻസ് സംബന്ധിച്ച കൗൺസിലിംഗ് ഉണ്ടാകും. കമ്പനികളുടെ പ്രതിനിധികൾ തന്നെ നേരിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. മേള രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളോ ജോലിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ വേണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള ജോബ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. 26-ാം തീയതിക്കകം തന്നെ നിങ്ങൾക്ക് പ്രത്യേക ഗ്രൂപ്പ് കൗൺസിലിങ്ങിനുള്ള സൗകര്യമൊരുക്കാൻ അവർ ശ്രമിക്കുന്നതായിരിക്കും. കോളേജുകളിലെ NSS വിദ്യാർത്ഥികൾ മേളയിൽ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കും. 50ഓളം വരുന്ന പത്തനംതിട്ടയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സ്പെഷ്യൽ റിസോഴ്സ് പേഴ്സൺസ് ആണ് മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തോടെ ആരംഭിക്കുന്ന മേളയിൽ കരിയർ ഗൈഡൻസും വ്യക്തിഗത കരിയർ കൗൺസിലിങ്ങും ഉണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് എങ്ങനെ ഇന്റർവ്യൂകളെ സമീപിക്കാം എന്നതിനുള്ള പ്രത്യേക പരിശീലനം ഇവിടെ നൽകുന്നതാണ്. ശരിയായ രൂപത്തിൽ CV തയ്യാറാക്കുന്നത്, അതായത് റെസ്യൂമെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിലും കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതാണ്. കെ-ഡിസ്കിന്റെയും കേരള നോളജ് മിഷന്റെയും പിന്തുണയോടെ വിജ്ഞാന പത്തനംതിട്ടയാണ് ഈ ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. പത്തനംതിട്ടയ്ക്ക് പുറത്തുനിന്നും ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ട് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റാന്നി സെന്റ് തോമസിൽ നടക്കുന്ന തൊഴിൽ മേളയിൽ നേരിട്ട് പങ്കെടുക്കണം എന്നാണ് ആകെയുള്ളൊരു നിർദ്ദേശമായി പറയുന്നത്. വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ഊന്നിക്കൊണ്ട ഇനി പത്തനംതിട്ടയിലെ മറ്റ് കേന്ദ്രങ്ങളിൽ വെച്ചും ഇതുപോലെ തൊഴിൽ മേളകൾ ഉടൻ സംഘടിപ്പിക്കുമെന്നും സൂചനയുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ +2 പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. അതിനു മുന്നായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ വിശദ വിവരങ്ങൾ ഫോം വഴി ഫില്ല് ചെയ്ത് അയയ്ക്കുക. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, അതായത് സപ്ലൈകോ കമ്പനി നേരിട്ട് സെക്രട്ടറി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ഒഴിവാണ് ഇവിടെ ഉള്ളത്. താൽക്കാലിക നിയമനമാണ് ഇവിടെ ഉള്ളത്. ജൂലൈ 25 അവസാന തീയതി. അതുകൊണ്ട് തന്നെ പരമാവധി ജൂലൈ 25 മുൻപ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. 45 വയസ്സാണ് ഇതിനായുള്ള ഉയർന്ന പ്രായപരിധിയായി പറയുന്നത്. ACS, സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്ത പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനത്തിൽ കമ്പനി സെക്രട്ടറിയായി 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 73,600 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. തൊഴിൽ സംബന്ധമായ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. നമസ്കാരം.